excellent reviews and entire cast included. Allow me to introduce all of them. Let me start with the man who rarely appears. I'm going to introduce great appearance there. The captain of the ship. Let's hear it for director, please. Mr. Sajid. And then we have a producer, J.D. Singh. We have Rasool sir. And of course there's Kishore, there is Kalesh, Merin. At the back we have Aryan, we have Gargi, and we have Krishna, we have Revati, and of course we have Suraj. That's our editor. Revati is the beautiful woman, the flashback the gorgeous woman. She is Revati and our editor. So, please go on. We are here. The floor is open for you. So, let's start. And of course, Ashwati. സ്ക്രീനിൽ അത് കാണുമ്പോൾ പ്രഷർ നല്ലോണം ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് ഷിഫ്റ്റ് ആകുമ്പോൾ മുഖത്ത് മാത്രം എക്സ്പ്രഷൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ മാറാനൊക്കെ കൺഫേം ചെയ്യാനൊക്കെ എത്രത്തോളം എഫർട്ടുണ്ടായിരുന്നു? Sorry, I'm just going to take 1 second. Another mobile on the silent mode, please. May I request you just to put the phone on silent? Thank you. That's why effort everything was written beforehand. Only when the writer, Sajid and I'm saying that changes are important. So thanks to Sajid, and the process is not very easy. When you do something challenging like this in a single shot, so and the ease of communicating from the director actually helps. That's how it helps. നമുക്ക് ആക്ച്വലി സാറ് പഠിച്ചു നമ്മൾ പറഞ്ഞില്ല ഇതിനകത്ത് GoPro ഉണ്ട്. ഈ told us ക്യാമറ ആണ്, പക്ഷെ we didn't know like it is actually like shooting when it's on. Yeah, so basically നമ്മൾ അവിടെ ക്യാമറ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഷൂട്ട് ചെയ്തു ഫസ്റ്റ്. ഇനിഷ്യലി വി ഡിഡ് ആർ പാർട്ട്. നമ്മൾ റിഹേഴ്സലായിരുന്നു ആക്ച്വലി ഷോട്ട് ഓൺ. അപ്പോൾ നമ്മൾ ഏത് ഷോട്ട് യൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. അപ്പോൾ GoPro, ജംഗിൾ, ലൈറ്റ് ഇതെല്ലാം ഒരു എനിക്ക് വേണ്ടി ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു. ബാക്കി അടുത്തൊക്കെ അറിയില്ല. അപ്പോൾ അതൊരു ഡയറക്ടർ ഇൻറ്റൻസ് ആയിരുന്നു. I think the other directors, plus another DOP Keiko Nakara, who is Japanese, she has valid inputs in English ചെയ്യാം. അപ്പോൾ ഞാൻ GoPro യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തപ്പോൾ ടെക്നിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ബട്ട് ലക്കിലി GoProയുടെ ലേറ്റസ്റ്റ് വേർഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിരുന്നു മാർക്കറ്റിൽ. സോ അതിലത് പോയത് ഇല്ല, അത് ആക്ച്വലി ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റോറീസ് ഇറ്റ്സ് ലൈക്ക് എ മാരേജ് ഓഫ് മൾട്ടിപ്പിൾ തിങ്സ്. സോ അപ്പം ഈ പാരനോർമൽ സംഭവം ഞാൻ 10 വർഷം മുന്നേ സീരീസ് ചെയ്തുകൊണ്ട സമയത്ത് ഈ സ്റ്റോറിയുടെ മൈത്തോളജി ഇതിനകത്ത് വളരെ നൈസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക് ഇറ്റ് വാസ് എ വെരി നൈസ് ബ്ലെൻഡിങ്. ഇറ്റ് ഹാപ്പൻ നാച്ചുറൽ. മറ്റു ഭാഷകളിൽ ചെയ്യുന്നത് ഇപ്പോൾ കറന്റ് മറ്റു ഭാഷകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി ഇതായിരുന്നു. ആക്ച്വലി ഞാനത് ഓഡിഷൻസ് കണ്ടായിരുന്നു. അന്നേരം ശ്രീപചേട്ടനായിരുന്നു ഇതിൻ്റെ ഓഡിഷൻസിനെ പറ്റി പറഞ്ഞത്. അന്നേരം അത് കിട്ടിയപ്പോൾ ഞാൻ ഓഡിഷൻ ചെയ്തു. അന്നേരം ഞാൻ ബോംബെയിലായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സോ അന്നേരം ശ്രീപചേട്ടൻ നമുക്ക് ഓഡിഷൻ ചെയ്തു, വീഡിയോ എടുത്തു. ഞാൻ സജിത് സാറിനെ ആക്ച്വലി കാണാൻ പോയായിരുന്നു. ആൻഡ് ഹി ടോൾഡ് മീ ദ ഹോൾ സ്റ്റോറി. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക് അപ്പ്. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ സെലക്റ്റഡ് ആയി ആക്ച്വലി.
and I was just really grateful. I still remember എനിക്ക് യെസ് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി കാര്യമായിരുന്നു എൻ്റെ അമ്മയുണ്ടായിരുന്നു ബിക്കോസ് ഞാൻ കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഒരു ഫിലിമിൽ അഭിനയിക്കാനും പാട്ട് പാടാനും ആൻഡ് താങ്ക്ഫുള്ളി താങ്ക്സ് ടു എവറി വൺ ഐ വാസ് ഏബിൾ ടു മേക്ക് ദാറ്റ് ഹാപ്പൻ ആൻഡ് ഐ ഹാഡ് ദ പ്രിവിലേജ് ടു വർക്ക് വിത്ത് റസൂൽ സർ സജീവ് സർ Kishore sir, Shruti ma'am, and JD sir, and Nia sir, Vijiba, Kiko Nakahara, everyone, Aryan, Gari, actually everyone, David G, Merin Merrifield, like, and the movie, Anna, and actually, I would have boy played, but it felt like home, and yeah, thank you for everything. ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യം പോലെ ആയിപ്പോയി. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിയാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിലൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ അടുത്തത് സത്യത്തില് ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് ഒരു കോമഡി ഡ്രാമയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ മറ്റേ ഈ നന്മമരം കളിച്ചു, പിന്നീട് വില്ലൻ കളിച്ചു, ഇപ്പൊ നെക്സ്റ്റ് ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഡ്രാമയാണ്. അത് ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ചേച്ചിയും ഞാനുമാണ് ത്രൂ ഔട്ട് അതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു അവസരത്തിലായിരുന്നു സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവില് ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതിൽ വളരെ ദുഃഖമുണ്ട്. ദയവേത് ഉപദ്രവിക്കാനില്ല. നല്ല സിനിമകളൊക്കെ വന്ന് ജീവിതം ഒന്ന് സന്തോഷമായി വരുമ്പോ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ തന്നെ ഞങ്ങൾ താഴെയിടാൻ ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. ലൈക്ക് വാട്ട് യു റിയലി വാണ്ടഡ് ടു നോ. ഇല്ല, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ഉള്ളിൽ ഒരുപാട് ഇൻഹിബിഷൻസും പേടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ എനിക്ക് പേഴ്സണലി പേടിയുണ്ട്. പക്ഷെ ആ സിനിമ ഞാൻ കാണില്ല എന്നതുകൊണ്ട് ഞാൻ പേടിയെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷെ മനസ്സിനെ ഒന്ന് പ്രാപ്തിപ്പെടുത്തിയിട്ട് ആ സിനിമ എനിക്ക് കാണണം, അത് എൻജോയ് ചെയ്യണം, ആ ക്രാഫ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയാം. അതേപോലെ ഈ സിനിമ ചെയ്യുമ്പോൾ പാരനോർമൽ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനത്തെ കാണുന്നതും ഓക്കെ. അപ്പം സ്വന്തമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഫുൾ ടൈം ഷൂട്ട് ചെയ്തതും കാര്യങ്ങളും. അപ്പൊ ആരും അങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് എ ഫൺ ഷൂട്ട്.